9 രസങ്ങൾ, 35 താളങ്ങൾ, 72 മേളകർത്താരാഗങ്ങൾ, ഇവയിലൂടെയെല്ലാം ഒരേ സമയം കടന്നു പോകുന്ന ഒന്നുണ്ട്. അതാണ് മോഹൻലാൽ എന്ന മഹാനടന്റെ സ്ക്രീൻ പ്രസൻസ്. ആ വിരൽ തുമ്പിൽ മുതൽ മൂക്കിൻ തുഞ്ചത്ത് വരെ കഥയുടെ ഒരു കണം എപ്പോഴും വന്നു നിൽക്കുന്നുണ്ടാകും. കൃതാവിൽ നിന്ന് മിറ്റുവരുന്ന വിയർപ്പു കണത്തിന് പോലും ആ കഥയിൽ ഒരു വേഷവും ഉണ്ടാകും. അഭിനയത്തിനൊരു ഭാഷയുണ്ടെങ്കിൽ അതാണ് മോഹൻലാലിന്റെ ശരീരഭാഷ. ഭാവാഭിനയത്തിനൊരു ശബ്ദമുണ്ടെങ്കിൽ അത് സംസാരിക്കുക പ്രിയപ്പെട്ട മോഹൻലാലിന്റെ ശബ്ദത്തിലായിരിക്കും. മോഹൻലാലിനെ കൊണ്ട് മാത്രം കഴിയുന്ന ഏതാനും ചില കഥാപാത്രങ്ങളിലേക്കാണ് ഈ പിറന്നാൾ ദിനത്തിൽ ഹെല്ലോ മലയാളത്തിന്റെ യാത്ര. നരേന്ദ്രൻ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തിരനോട്ടത്തിലാണ് ആദ്യം അഭിനയിച്ചത് എങ്കിലും തിരശീലയിലേക്ക് ആദ്യം എത്തിയത് ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെയാണ്. സാഡിസത്തിന്റെ സമസ്ത ഭാവങ്ങളും ആവാഹിച്ച ഇത്തരമൊരു വില്ലൻ മലയാള സിനിമയിൽ അന്ന് ആദ്യമായിരുന്നു എന്ന് തന്നെ പറയാം. വിനോദ്, താളവട്ടത്തിലെ വിനോദ്, ഉന്മാദത്തിന്റെ ഉത്തുംഗം കയറിയ ഒരു മുഴുഭ്രാന്തൻ എങ്ങനെ പെരുമാറുമെന്ന് ചോദിച്ചാൽ മലയാളികൾ ഒരു സംശയമില്ലാതെ പറയും അത് താളവട്ടത്തിലെ വിനോദിനെ പോലെ ആയിരിക്കും എന്ന്. ഗോപാലകൃഷ്ണ പണിക്കർ, സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഗോപാലകൃഷ്ണ പണിക്കർ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ കടന്നുകൂടിയിരുന്നു. കടങ്കേറി മുടിയുന്ന തറവാടുകളിൽ നിന്നും ആദ്യാവസാനം ചിരിപ്പിക്കുന്ന ഒരു സിനിമയുണ്ടാകുന്നുണ്ട് എങ്കിൽ അതിൽ നായകൻ വേറെ ആരായിരിക്കും? നമ്മുടെ സ്വന്തം മോഹൻലാൽ അല്ലാതെ, അല്ലേ? ഇനി നേരെ നമ്മൾ പോവുകയാണ് സേതുവും രാംസിംഗും ഗാന്ധിനഗർ 2nd സ്ട്രീറ്റിലേക്ക്. സേതുവായും രാംസിംഗായും വന്നത് ഗാന്ധിനഗർ 2nd സ്ട്രീറ്റിലാണ്. ഭീം സിംഗ് കാ ബേട്ട രാംസിംഗ് ചിരിപ്പിച്ചതുപോലെ അക്കാലത്ത് മറ്റൊരു സിനിമയും മലയാളിയെ ഇത്രമേൽ ചിരിപ്പിച്ചിട്ടില്ല. ഇനി നാടോടിക്കാറ്റല്ലാതെ മറ്റെന്താ അല്ലേ? നാടോടിക്കാറ്റിലെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ദാസൻ, വിജയന് മുന്നിൽ എപ്പോഴും ജയിച്ചു നിൽക്കുന്ന ഈ ദാസനാണ്. അങ്ങനെ ദാസനായ മോഹൻലാലിനെ ജയിപ്പിക്കാനായി വിജയനായ ശ്രീനിവാസൻ എഴുതിയുണ്ടാക്കിയ കഥയുമാണത്. അതാണ് മലയാള സിനിമയിലെ ചിരിയുടെ ആ ബെഞ്ച് മാർക്ക്. നേരെ പോകുന്നു കമലദളത്തിലെ പ്രിയപ്പെട്ട നമ്മുടെ നന്ദഗോപനിലേക്ക്. കമലദളത്തിലെ നന്ദഗോപൻ കാൽവിരൽ തുമ്പിൽ കറങ്ങി വരുമ്പോൾ ആ കണ്ണുകളിൽ വിടരുന്നതാണ് യഥാർത്ഥ കമലദളം. സാഗർ ഏലിയാസ് ജാക്കി. 20ാം നൂറ്റാണ്ട് ബോംബെ അധോലോകത്തിന്റെ ഭ്രാന്തൻ കൽപ്പനകളെ കേരളത്തിലേക്ക് പറിച്ചു നട്ടത് സാഗർ ഏലിയാസ് ജാക്കിയാണ്. സകല താന്തോന്നി തരത്തും ചെയ്യും സമ്മേളന ഭാവം. നേരെ പോകുന്നു രാജീവ് മേനോൻ, ദശരഥത്തിലെ രാജീവ് മേനോനിലേക്ക്. അമ്മയോ മക്കളോ ഭാര്യയോ ഒന്നുമില്ലാതെ കുടുംബമുണ്ടാക്കാൻ കൊതിക്കുന്ന ആ നായകൻ ചിരിച്ചു ചിരിച്ച് അവസാനം എത്തുമ്പോൾ എല്ലാവരെയും കണ്ണീരണിയിച്ച ആ പ്രകടനം മലയാളികളെ ഇപ്പോഴും ഒരു കണ്ണീരിലാക്കുന്നതാണല്ലേ. ഇനി ഇത് മറ്റാരാണ്? നമ്മുടെ സേതുമാധവനല്ലാതെ. അഭിനയം ഏതറ്റം വരെ ആകാമോ അവിടം വരെ സഞ്ചരിക്കുന്നുണ്ട് കിരീടത്തിലെ ഈ സേതുമാധവൻ. ട്രോമയുടെ അങ്ങേ അറ്റത്ത് ഇറ്റുവീഴുന്ന ഒരു കണ്ണീർ തുള്ളിയിൽ പോലും കാണാം ആ പൂർണ്ണത. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ബാലൻ, താഴ്വാരത്തിലെ ബാലൻ. ശത്രു സംഹാരമല്ലാതെ മറ്റൊരു വഴി മുന്നിലില്ലാത്ത പ്രിയപ്പെട്ട നായകൻ. കൊല്ലുകയല്ലെങ്കിൽ ചാവുക എന്ന അനിവാര്യതയെ വേറെ ആർക്ക് കഴിയും ഇങ്ങനെ പ്രതിഫലിപ്പിക്കാൻ? സത്യനാഥൻ, സതയത്തിലെ സത്യനാഥൻ. അതെ, MTയിൽ നിന്നും തന്നെ വന്ന സതയത്തിലെ സത്യനാഥൻ. 4 പേരെ കൊന്നതിന് തൂക്കുകയർ കാത്തു നിൽക്കുന്ന നായകൻ. സദാ സജലങ്ങളായ കണ്ണുകൾ കൊണ്ട് മലയാളി കണ്ടു തീർത്ത സിനിമയാണിത്. പാദമുദ്രയിലെ പണ്ടാരം മോഹൻലാലിനെ പൂർണ്ണതയിലെത്തിച്ച കഥാപാത്രം എന്ന് പറയാം. ആട്ടത്തിനാട്ടവും പാട്ടത്തിന് പാട്ടും സങ്കടത്തിന് സങ്കടവും വീര്യത്തിന് വീരവും സ്തോഭത്തിന് സ്തോഭവും എല്ലാം മാറി മാറി തെളിയുന്ന ആ മുഖം തിരശീലയായ സിനിമ കൂടിയാണ് ഇത്. ഇനി നേരെ നമ്മൾ പോകുന്നു അതെ രാജാവിന്റെ മകനിലേക്ക്, വിൻസെന്റ് ഗോമസിലേക്ക്. രാജാവിന്റെ മകനില്ലാതെ പൂർണ്ണമാകില്ല മലയാള സിനിമയുടെ ആ വിജയ ചരിതം. വിൻസെന്റ് ഗോമസിന്റെ ഡയലോഗുകൾ മനഃപ്പാഠമാക്കിയത് 80കളിലെ ചെറുപ്പക്കാർ മാത്രമല്ല, ജെൻസികൾ കൂടിയാണ്. ഇത് സ്ഫടികത്തിലെ ആടുതോമ. നിറഞ്ഞാട്ടം എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. ഒരു കണക്കുമാഷിന്റെയും വലുതിക്ക് നിൽക്കാത്ത അഭിനയം എന്ന് പറയാം.
മംഗലശ്ശേരി നീലകണ്ഠൻ. ദ്വന്ദ്വ വ്യക്തിത്വമുള്ള മോഹൻലാൽ കഥാപാത്രങ്ങൾ തുടങ്ങിയത് പത്മരാജന്റെ തൂവാനത്തുമ്പികളിലാണ്. അത് പൂർണ്ണതയിലെത്തിയതോ ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠനിലും. ഒരേ സമയം വില്ലനും നായകനുമായ കഥാപാത്രങ്ങളുടെ ഉച്ചസ്ഥായിയിലെ പിറവിയാണ് ഈ നീലകണ്ഠൻ. രമേശൻ നായർ, മലയാളികൾക്കേറെ പ്രിയപ്പെട്ട രമേശൻ നായർ, തന്മാത്രയിലെ. മറവിയുടെ അങ്ങേ അറ്റത്തു നിന്നും ഓർമ്മിപ്പിക്കുന്നത് സ്ഫടിക സമാനമായ ജീവിതമാണ്. താഴെ വീണ് പൊട്ടിത്തകരാൻ എത്രയോ കുറച്ചു നിമിഷം മതിയെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ആ അസാധാരണമായ നടന വൈഭവമാണ്. വാനപ്രസ്ഥത്തിലെ കുഞ്ഞുകൂട്ടനില്ലാതെ ലാലേട്ടൻ എങ്ങനെ പൂർണ്ണമാകാനാണ് അല്ലെ? കഥകളിയുടെ ചിട്ടകൾ പഠിച്ചവരുടെ അതേ മികവോടെ ചുട്ടികുത്തി കിരീടം ചൂടി അഭിനയ മൂർത്തി എത്തുന്ന ആ മനോഹരമായ കഥാപാത്രം, നമ്മളെ ഏറെ ചിരിപ്പിച്ച, ഇപ്പോഴും ചിരിപ്പിക്കുന്ന മാണിക്കൻ, തേന്മാവിൻ കൊമ്പിലെ മാണിക്കൻ. ഇതിനിടയിൽ മറന്നു പോകരുതാത്ത അനേകം കഥാപാത്രങ്ങളുണ്ട്. അതെന്തേ പറയാത്തതെന്ന് ഓരോരുത്തരും പല പേരുകൾ പറയുന്നുണ്ടാകും. അത്തരം 100 കഥാപാത്രങ്ങളുടെ പ്രതിനിധിയായി തേന്മാവിൻ കൊമ്പത്തെ മാണിക്കനെ കൂടി വയ്ക്കുകയാണ്. ഇനി നേരെ പോകുന്നു മലയാളികളുടെ ഒക്കെ പ്രിയപ്പെട്ട സ്റ്റീഫൻ നെടുമ്പള്ളിയിലേക്ക്, എമ്പുരാനിലേക്ക്. ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനി 2 പേർ കൂടി അരങ്ങിലേക്ക് വരാനുണ്ട്. ആദ്യത്തേത് സ്റ്റീഫൻ നെടുമ്പള്ളി. അത് ലൂസിഫറിൽ നിന്ന് വേണോ എമ്പുരാനിൽ നിന്ന് വേണോ എന്ന് പ്രേക്ഷകർക്ക് തന്നെ തീരുമാനിക്കാം. ഇനി തുടരുമാണ് നമ്മുടെ ഷൺമുഖനാണ്. ഇനി വരേണ്ടത് ഷൺമുഖം അല്ലെ? ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ തുടരുന്ന അഭിനയ ജീവിതത്തിന്റെ സാക്ഷ്യപത്രമാണ്. 45 വർഷം മുൻപിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ അതേ ആവേശത്തോടെ പ്രേക്ഷകർ തിക്കിത്തിരക്കിയെത്തുകയാണ് തുടരും കളിക്കുന്ന കൊട്ടകകളിലേക്കും. അതെ, മോഹൻലാൽ ആ നടന വിസ്മയം തുടരുകയാണ്. ഇനിയുമുണ്ട് അവിടെ നിന്നും വരാൻ അനേകം ഭാവപ്പകർച്ചകർ. ഹാപ്പി ബർത്ത്ഡേ പ്രിയപ്പെട്ട ലാലേട്ടന്, നടന വിസ്മയത്തിന്.